പരസ്പരം അറിയുകയോ ഒരിക്കലെങ്കിലും ഒന്ന് മിണ്ടുകയോ ചെയ്തിട്ടില്ലാത്ത ആളിന് ഒരു കത്തെഴുതേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഹൃദയമിടിപ്പ് ഗോപേട്ടന് മനസ്സിലാവോ? എന്തു ചെയ്യാൻ, ഈ ഉള്ളവൾ ഗോപേട്ടനെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഞാൻ ഒരുപടി കത്തുകൾ എഴുതി. നീ എന്നോട് പിണങ്ങുമോ, വല്ലവരും കാണുമോ എന്നൊക്കെയായിരുന്നു എന്നും എന്റെ പേടി. അതുകൊണ്ട് ഒരെണ്ണം പോലും തരാൻ എനിക്കൊത്തില്ല. എന്റെ ഓമനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. ശ്യാമമേഘമേ കലക്കി. അത് വേണ്ട, ബോറ്. To my darling Nina, my hunger for you can never read the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം അവിടെ? ഇന്ന് മധു നുകരുന്നൊരു ചിത്രശലഭത്തെ കണ്ടപ്പോ അറിയാതെ ഞാൻ നിന്നെ ഓർത്തുപോയി. ഈ മധു നുകരുന്ന ചിത്രശലഭത്തെ കണ്ടപ്പോ അവള് നിന്നെ ഓർക്കാൻ കാരണം എന്തളിയാ? ലജ്ജ വേണ്ട ചലിച്ച, വായിച്ചോളൂ. എന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറുഭാഗത്ത് എന്റെ ലെറ്റർ ഉണ്ട്. എന്റെ കാഞ്ചനക്കുട്ടി, അപ്രതീക്ഷിതമായി പെയ്തു വീണ പെരുമഴയിലാണ് ഞാനിപ്പോ. അറിഞ്ഞുകൊണ്ട് തന്നെ നനയാൻ തീരുമാനിച്ചു. എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിന്റെ മനസ്സുണ്ടാവണം. അപ്പോ മറുപടിക്കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മലയാള അക്ഷരം കൊണ്ടൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നത്. അക്ഷരങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയത് നിന്നെ കണ്ടതിന് ശേഷമാണ്. ഓ, നശിപ്പിച്ച് ഞാനൊരു മൂഡ് പിടിച്ചു വരുമായിരുന്നു. മൂടാ? ആഹാ, എനിക്കും തോന്നി ഇനി ഇരിപ്പ് കണ്ടപ്പോ തന്നെ. തോട്ടത്തിനറിയത്തും അളെ എന്താ എഴുതുന്നേ? നോവലാ? അല്ല, ലെറ്റർ. ലെറ്ററാ? ആർക്ക്? അവൾക്ക്. എടാ മണ്ണുണ്ണി, നിന്റെ ഈ താടി മാത്രമേ വളർന്നിട്ടുള്ളൂ, നിന്റെ തലയ്ക്കുള്ളിൽ ഒന്നുമില്ല. നീ എന്നെ കണ്ടു പഠിക്ക്. എത്ര പെൺപിള്ളേർ എന്റെ പിന്നാലെ നടക്കണമെന്നറിയോ? കാരണം എന്താ? എടാ എന്റെ തലയ്ക്കുള്ളും തലയ്ക്ക് പുറത്തും ഭയങ്കര ബുദ്ധിയാണ്. നീ വീണ്ടും എഴുതണം. ഈ ഫേസ്ബുക്കും വാട്സാപ്പുള്ള കാലത്താണ് നിന്റെ ഉണക്കാൻ ലവ് ലെറ്റർ. നീ അടുത്ത് ദൂരെ കളഞ്ഞേ. നീ ആ മൊബൈൽ എടുത്ത് ഐ ലവ് യു ടെസ്റ്റ് ചെയ്തേ. എന്നിട്ട് ആ ലവിന്റെ സ്മൈലിയും ഇട്ട് അയച്ചു കൊടുക്കും. വിത്തിൻ സെക്കൻഡ്സിൽ നിനക്ക് റീപ്ലൈ കിട്ടും. ഞാനല്ലേ പറയുന്നത്? ചെയ്യളിയാ, ഉറപ്പായിട്ടും കിട്ടും. നീ പറഞ്ഞത് ശരിയാണ്. എനിക്കിപ്പോൾ ഒരു മെസ്സേജിലൂടെ അവളെ പ്രപ്പോസ് ചെയ്യാം. പക്ഷേ അതിനൊരു ജീവനില്ല. പണ്ട് കാലത്തും പ്രണയമുണ്ടായിട്ടുണ്ട്. അന്നവരുടെ മനസ്സിൽ തോന്നുന്ന പ്രണയം അക്ഷരങ്ങളായി വിരൽത്തുമ്പിൽ ഉദിച്ച് ഒരു വെള്ള പേപ്പറിൽ എഴുതി ചേർക്കാം. എഴുതുന്ന വരികൾക്കിടയിൽ എവിടെയോ ഒരു ഹാർട്ടിന്റെ സിമ്പലും വരച്ച് അതിലൊരു അമ്പ് കയറി പോകുന്ന വരയും ഇട്ട് വയ്ക്കും. ഇതാണ് നീ പറഞ്ഞ സ്മൈൽ. ഇനി അത് 4 മടക്കി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കും. ഇനി അത് അവളുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അത് അവളുടെ കയ്യിൽ കിട്ടിയാലോ, അവളത് 2 കൈയും കൊണ്ട് പിടിച്ച് മുഖത്തോട് ചേർത്ത് പിടിച്ച് വായിക്കും. ഇപ്പൊ അവളുടെ കയ്യിൽ ഞാനല്ലേ ഉള്ളത്. ഇതിന്റെ ഒരു സുഖം നിന്റെ മെസ്സേജിന് കിട്ടും. ഒരു രക്ഷയില്ലയാ, വേറെ ലെവലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ആര് കൊടുക്കും? ചിഞ്ചു കൊടുത്താ അത് പ്രശ്നമാവും. അതും പ്രശ്നം. നീ കൊടുക്കും. എന്നെ കൊണ്ട് കൊടുക്കും. എന്റെ വീട്ടില് അമ്മയമ്മമാരൊക്കെ ഉള്ളതാണ്. എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല.
ഓ, അമ്മയും പെങ്ങന്മാരും ഉള്ളവരൊന്നും പ്രണയിക്കാറില്ലല്ലോ. എനിക്ക് എന്തായാലും പേടിയാണ്. ഞാൻ അങ്ങനെ ആർക്കും ലെറ്ററൊന്നും കൊടുക്കാറില്ല. പേടിയാണ്. എന്ന് സ്നേഹപൂർവ്വം കുത്ത് 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 കിട്ടായിരുന്നാ മതി. ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി, അല്ലെങ്കിൽ വേണ്ട, 4 മടക്കാം. കൊടുക്കണേടാ, വൃത്തിയായിട്ട് കൊടുക്കണേ. അതെന്റെ ഹൃദയമാണ്. ഇതാ ഉറപ്പ്. വല്ലാത്ത പുരുഷനെ കരുത പിടിച്ച് ശംഭു. കൊത്ത് പണ്ടാറടങ്ങാൻ കൊത്ത്. ഇതില് ഫിഷ് ഒന്നും ഇല്ലെന്നാണ് തോന്നണേട്ടാ. എടുത്ത് ചാറാ മാറി അളിയാ. ഓ, നീ ആ പാർവതി പ്രപ്പോസ് ചെയ്താ? ഓ, ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചേക്കണവള്. നിനക്കെന്തിനാ മെസ്സേജ് അയക്കണേ? ചിലപ്പോ എന്നോട് പറയാനുള്ള നാണം കൊണ്ടായിരിക്കും. ആയിരിക്കും. ഭയങ്കര നാണക്കാരിയാ. വായിക്കട്ടെ. പ്രിയപ്പെട്ട അശ്വിനെ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഞാൻ മാത്രം. അവൻ ആകാശത്ത് നിന്ന് പറന്നിറങ്ങുന്നു. ഹല്ലേലൂയ. അത് ബൈബിൾ അല്ല. അത് ബൈബിൾ അല്ല. അല്ല, റൊമാൻറ്റിക്സാ. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് വായിക്കട്ടെ. റൊമാൻറ്റിക്കാ, അത് പറയണ്ടേ. പ്രിയപ്പെട്ട അശ്വിനെ, ഇനി എൻ്റെ പിറകെ നടന്നാൽ നിന്നെ വെടിവെച്ച് കൊല്ലും. എൻ്റെ ചേട്ടൻ നിന്നെ വലിച്ചടക്കി. എൻ്റെ അച്ഛൻ നിന്നെ വെട്ടിക്കീറും. കുടുംബശ്രീ പ്രവർത്തകൻ എൻ്റെ അമ്മ ചൂലെടുത്ത് എൻ്റെ ചത്തൂടെയാ. എന്തളിയാ? അത് ഭീഷണിയാണ്. ഭീഷണിയാ? എന്നെ കൊല്ലൂ. നിന്നെ കൊല്ലോ? എന്നെ കൊല്ലൂന്ന്. അയ്യോ, ടോണ് മാറ്റി വായിക്കണം തെണ്ടി. ശരിയളിയാ. ഇനി എന്റെ പിറകെ നിനക്ക് ചത്തൂടെയാടാ. കാര്യമായിട്ട് ചോദിക്കുക. ഇല്ലടേ, ഞാൻ വായിക്കാം. ഇനി എന്റെ പിറകെ നടന്നാൽ എൻ്റെ അച്ഛൻ നിന്നെ വെടിവെച്ച് കൊല്ലും. എൻ്റെ ചേട്ടൻ നിന്നെ റോട്ടി വലിച്ചടയ്ക്കും. നിന്നെ മൃഗീയമായി പിച്ച് ചീന്തും. ബാക്കി വായിക്കടാ. ബാക്കി വായിക്കേ. ഹലോ ഹലോ, ഉറങ്ങിയാ? അത് കല്ലല്ലടാ. നോക്കിയേ, വീട്ടിൽ പോടാ. വീട്ടിൽ പോടാ. മക്കളെ എറിയല്ല. എറിയല്ല, എന്റെ പൊന്നു പോനല്ല. എടാ, ഭാഗ്യത്തിന് എറിക്കൊണ്ടില്ലല്ലേ. ഓ, അത്യാവശ്യം ഷഡ്ഡി വാങ്ങണേ. ചത്താ മതിയായിരുന്നു. തടിയാടാ. എടാ, മറ്റേ ഇത്രയുള്ളതിനെ കണ്ട നീ? നിന്റെ ഇല്ലേ അത്? ഇതല്ലേ മറ്റേ ഇത്രയുള്ള ശംഭുനെ കണ്ട നീ? ശംഭുവല്ലേ അതേ പോണേ. എടാ, നീ അവന്റെ പുറകെ പോവാണാ? കൂട്ടാ. എടാ, ഒരുപാട് ഉള്ളോണ്ട് പറയാണ്, കത്തിപ്പിടിക്കും. ശംഭുടാ, ശംഭുടാ, ഭയങ്കര ഇത് കൊള്ളാല്ല. ശംഭുവേ, ഇതൊക്കെ അടിച്ചോണ്ട് നടന്നാ മതി. എനക്ക്
ചേട്ടനെ പോലെ വലിയൊരു ഫിക്കറിനാവട്ടെ എനിക്ക്. ചേട്ടാ വിക്കുന്നല്ല ഫ്രീക്കൻ. അല്ല അങ്ങനെയും പറയാം. എടാ ശംഭു, നിന്റെ വീടിൻ്റെ അടുത്തല്ലേ മറ്റേ ദിവ്യയുടെ വീട്? അതെ. അതിനോ ഞാനൊരു ലെറ്റർ എന്നാ നീ കൊടുക്കൂ? പക്ഷെ എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു തരണം. വാങ്ങിച്ചു തരാം. അപ്പൊ ഞാൻ വൈകിട്ട് പാർക്കിൽ കാണും, അവിടെ വന്നാ മതി. കൊണ്ടുപോണോ ചേട്ടാ? ഡയറി മിൽക്ക് സിൽക്ക് മതിയേ. വാങ്ങി തരാടാ. എനിക്കറിയാം അവൻ എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷെ അത് അവൻ എന്നോട് പറഞ്ഞൂടെ? ചിലപ്പോൾ അത് അവന് നേരിട്ട് പറയാൻ പേടിയായിരിക്കും. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അവനൊരു മെസ്സേജ് ചെയ്തൂടെ? എന്നെ ഈ മരത്തിന്റെ പുറകെ വന്ന് നോക്കിയിട്ട് പോകും. ഇന്നും വന്നത് നോക്കുന്നുണ്ടല്ലോ. എവിടെ? അവളെ നോക്കി ചിരിച്ചെളിയാ. ഞാൻ ലെറ്റർ കൊടുത്തല്ലേ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഒരു ലെറ്ററിലൊന്നും അവൾ അങ്ങനെ ഒരു മറുപടി ഒന്നും പറയില്ല. നീ പോയിരുന്നൊരു 10-50 ലെറ്റർ കൊണ്ട് എഴുതിയേ. ഇനി നീ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവൻ വിചാരിക്കും നീ ഫ്ലേർട്ട് ആണോ. നിനക്ക് അങ്ങനെ ആണോ? എന്നാ പിന്നെ വാ. നീ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചിരിച്ച് അവൾ വിചാരിക്കും നീ കോഴിയാണെന്ന്. നിനക്ക് കോഴിയാണോ? എന്നാ പോയി ലെറ്റർ എഴുത്. എത്ര ലെറ്റർ? 9 ലെറ്റർ കൂടി വേണ്ടി വരും. 9-10 ലെറ്ററാ? അവളെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച്? അയാൾ ആളി എങ്ങനെയൊന്നും പറയില്ലേ, പോയി ലെറ്റർ എഴുതളിയാ. ലെറ്റർ എഴുതാം. എന്നെ നോക്കാറില്ല. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. അതെ, നീ പോയില്ലേ? പോവാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. പോയി ശംഭു. തന്തവല്ല അമലിന് ഇരുതാണോ ഇത്രയും പതുക്കെ നടക്കാൻ? നീ അവിടെ നില്ല്. നീ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് നേരം എടുക്കും. ഞാൻ അങ്ങോട്ട് വരാം, നീ അവിടെ നില്ല്. ശംഭു, ഡയറി മിൽക്ക് മിൽക്ക് വാങ്ങാൻ മറന്നുപോയനിയാ. നീ വിഷമിക്കണ്ട, ഞാൻ ഡയറി മിൽക്ക് വാങ്ങാൻ നിനക്ക് 100 രൂപ തരാം. 100 രൂപയാണ്. പോലെ 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 എവിടെ പോണ്? കൊടുക്കണേ, മറക്കരുത്. ലെറ്റർ കൊടുത്തിട്ട് പാടാൻ പോലെ ഞാൻ വലിച്ച് കീറി തരാം. കാട് വേണ്ട.
അമ്മ വന്നു. ശംഭു, നീ കളിച്ചിട്ടൊക്കെ വന്നോ? കുളിക്കാനൊന്നും പോണില്ലേ? കുളിക്കാൻ പോവാ. കിട്ടിയോ? ഇനി ചോദിക്കല്ലേ. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ചോദിക്കുന്നേ? എന്തു പറ്റി? ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? സൗണ്ടോ? എന്ത് സൗണ്ട്? ടപ് 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 അങ്ങനെ ഒരു ശബ്ദം കേട്ടില്ലേ? ആ, നിന്റെ ഹാർട്ട് ബീറ്റിന്റെ അല്ലേ? എന്റെ അല്ല, നിന്റെ ഹാർട്ട് ബീറ്റാ. എന്റെ അല്ല, നിന്റെ അല്ല, വേറെ എന്തോ ഒരു ടപ് 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 ടപ്. അത് നീ പറ. ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടെ. അയ്യോ, ലെറ്റർ എടുത്തില്ലല്ലോ. അമ്മേനെ സൈക്കിൾ കൊടുക്കാണേ. ചേച്ചി, എന്താ ശംഭു? ഞാൻ ചേച്ചിക്ക് ഒരു കാര്യം തരാം. അയ്യോ, ചേച്ചി ഞാൻ പിന്നെ വരാം. ശംഭു, ദാ എന്തു പറ്റിയടാ ശംഭു? സാധാരണ ഇവിടെ കാണാനൊരാളല്ല. ഇവിടെ ശംഭു, ഇതോടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണ്? കൊടുത്തിട്ടുണ്ടാവും. ശംഭു, ഇനി എവിടേക്ക് അന്വേഷിക്കരുത്. ഞാൻ ലെറ്റർ കൊടുത്താ? ചേട്ടാ, അതെന്റെ കളഞ്ഞുപോയി. കളഞ്ഞുപോയാ? എടാ മാബാബ്, നിന്നെ വിശ്വസിച്ചില്ല ഞാൻ ലെറ്റർ തന്നെ. ഞാൻ അവനോട് എന്ത് പറയും? ചേട്ടാ, എന്റെ അച്ഛൻ എനിക്ക് 5 രൂപ തരും. അവനെ കൂട്ടി കൂട്ടി ചേട്ടന്റെ കാശിനെ തിരിച്ചു തരാം. എന്റെ വായിക്കുന്നതല്ലേ. എടാ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ സങ്കടപ്പെടല്ല. നീ വിഷമിക്കണ കേട്ടോ. എൻ്റെ ഈ മുഖത്ത് വിഷമ ഒട്ടും ശരിയാവില്ല. കപ്പലണ്ടി കഴിക്കുന്നോ? ചേട്ടാ, ഒരു കപ്പലണ്ടി. ചൂടുണ്ടല്ലോ, ഇതെങ്ങനെ എടുക്കുന്നു? ആ ശരി ഏട്ടാ. ആ ശരി. ശംഭു അല്ലേ ആയിരിക്കുന്നേ? ആ ആണല്ലോ. ശംഭു, നീ എന്താ ഇന്നലെ എനിക്കൊരു കാര്യം തരാന്ന് പറഞ്ഞേ? ഒന്നുമില്ല ചേച്ചി. ചേച്ചി കപ്പലണ്ടി കഴിച്ചോ? എനിക്ക് വേണ്ട. കഴിക്ക് ചേച്ചി. ആ നോക്കേ, കപ്പലണ്ടി കഴിക്കാം. ആ എനിക്ക് വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. ആ കേൾക്കുന്നില്ല ഒരു ശബ്ദം? എന്ത് സൗണ്ട് പറ? ടപ് 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 ടപ്
അങ്ങനെ ശബ്ദം കേൾക്കുന്നില്ലേ? ആ, ഇന്നലത്തെ പോലെ വീണ്ടും തുടങ്ങി. അല്ല, കേൾക്കുന്നുണ്ട്. ഈ കത്തിൻ്റെ മറുപടി എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക്. നിന്റെ സ്നേഹത്തിനായി ഒരുപാട് കാലം കാത്തിരിക്കാൻ. ആഹാ, ഇതിനായിരുന്നല്ലേ ഇത്രയും ഡ്രാമ. അപ്പൊ നീ ലെറ്റർ കൊടുത്തല്ലേ? കണ്ടില്ലേ? കൊടുത്ത് ചിലപ്പോൾ എന്നിലൂടെ പ്രണയിച്ച അവസാനത്തെ കമിതാക്കളായിരിക്കും ഇവർ. ഇനി ഇവർക്ക് എന്നെ ആവശ്യമില്ല. എൻ്റെ ഹൃദയമിടിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ഞാനെന്ന സന്ദേശത്തിലൂടെ ആരെങ്കിലും പ്രണയിച്ചാൽ ആ ജന്മം വീണ്ടും ഞാൻ പുനർജനിക്കാം.